ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു റോൾ എന്ന് പറയുന്നത് ചുമ്മാ വന്ന് തിരിച്ചു പോകുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. ഒരു പക്ഷേ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്ന രണ്ട് വ്യക്തികളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ അത്രയും ഡീപ്പായിട്ട് പോകുന്നൊരു ബന്ധമായിരിക്കാം. അപ്പോൾ ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾ അറ്റാച്ച്മെന്റ് പലപ്പോഴും നിങ്ങൾ തമ്മിൽ ഫീൽ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പർപ്പസ് ഉണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശം ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു നിയോഗം ഉണ്ടെങ്കിൽ ആ ഒരു നിയോഗം പൂർത്തിയാകണം. എങ്കിൽ മാത്രമാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. നിയോഗം പൂർത്തിയായില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതിനകത്തുള്ള കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ് ഇവിടെ സംഭവിക്കേണ്ടത് അതവിടെ വന്നിട്ടില്ല. അത് വരാതെ ആകുമ്പോൾ വീണ്ടും വീണ്ടും അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ നമ്മുടെ ലൈഫിന് അകത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ശ്രമം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊരു വേദനയായിട്ടോ അല്ലെങ്കിൽ വിഷമങ്ങളായിട്ടോ ഒക്കെ ആയിരിക്കും ഫീൽ ചെയ്യുക. അതായത് എന്താണോ അവിടെ വരേണ്ടുന്ന ആ ഒരു പോയിന്റ് അത് കിട്ടുന്നിടത്തോളം കാലം നമ്മൾ അതിനകത്ത് സഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിനകത്തുള്ള ഒരു വ്യക്തി വളരെ സെൽഫിഷ് ആയിട്ടുള്ള ആളും മറ്റേ ആള് ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ആളാണെന്നും പറയാം. അതായത് ഒരുപാട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം ഒരു വ്യക്തി, മറ്റേ ആള് അത് ഒരു കണക്കിന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മുതലാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഇതിനോടകം തന്നെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാകാം. ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഈ ഒരു സമയമായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ടൈം അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത്. അത് എപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചിലവാക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്ത് കളയാനായിട്ട് ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങളിൽ ഒരു ഭൂരിഭാഗം പേരുടെയും ഒരു സമയം ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കാം. നമ്മുടെ ലൈഫിൽ ആകെ കുറച്ച് സമയങ്ങൾ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായി കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സമയം പോലും മാക്സിമം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ സമയം മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാകാം. മറ്റു പല ബന്ധങ്ങൾ, ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലാതെ മറ്റു പല ബന്ധങ്ങൾ, ഫാമിലി ബന്ധങ്ങൾ, കസിൻസ്, അങ്ങനെയുള്ള ഫ്രണ്ട്സ്, ഇവരെയൊക്കെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഫൈനാൻഷ്യലി നിങ്ങൾ ഒരുപാട് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു പേഴ്സണെ. ഏത് തരത്തിലാണെങ്കിലും എന്തൊക്കെയോ സാക്രിഫൈസ് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ മറന്ന് ഒരുപാട് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഇൻപുട്ട് ഇട്ട് കൊടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തി അവരുടെ കാര്യങ്ങൾക്കൊക്കെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. സ്വന്തം കാര്യം കഴിഞ്ഞിട്ടുള്ളൂ മറ്റെന്ത് എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ എൻ്റെ ലൈഫ്, എൻ്റെ കരിയർ, എൻ്റെ ഫ്യൂച്ചർ, എനിക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇതിനെയൊക്കെല്ലാം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളെക്കാൾ കുറച്ച് ഏജ് വൈസ് മൂത്ത ഒരാളാകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും കുറച്ച് പ്രായം കുറഞ്ഞ ഒരു പേഴ്സണും ആയിരിക്കാം. അപ്പോൾ ഇവരുടെ ഒരു ബിഹേവിയർ പക്ഷേ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിഹേവിയറും ആറ്റിറ്റ്യൂഡൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഇൻമെച്യൂർ ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ ഇൻമെച്യൂർ ആകണമെന്നില്ല, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ഏജിന് പക്വത, ആ ഒരു ഏജിന് പറ്റിയ പക്വതയിൽ അവർ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ചിലപ്പോൾ വരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്, മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലല്ല, ഇപ്പോൾ ആളുകൾക്ക് ദഹിക്കാൻ കഴിയാത്ത പോലെയുള്ള പിടിവാദങ്ങളും വാശികളും ഒക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോട് ഉള്ള ആ ഒരു ആത്മാർത്ഥത എന്താണെന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ പലപ്പോഴും അത് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഒരിക്കലും ആ ഒരു ഉദ്ദേശം നടന്നിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പേഴ്സണോട് ഉള്ള ഒരു ഡെഡിക്കേഷൻ ആയിക്കോട്ടെ, അതുപോലെ നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ അവരോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇത്രയുമൊക്കെ ചെയ്തിട്ടും അതിന്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തരുന്നുണ്ടാവില്ല. ചിലവർക്ക് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ് പോലെ രീതിയിൽ, ഓൺ ഓഫ് ആ ഒരു രീതിയിലായിരിക്കും ഈ റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാവുക.
അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ നോക്കിയാലും, വട്ടം തിരിഞ്ഞ് എങ്ങനെ വന്ന് നോക്കിയാലും നിങ്ങൾ തന്നെ ഒരു വിക്ടിം ആകുന്ന ആ ഒരു എനർജിയിലേക്കാണ് ഈ റിലേഷൻഷിപ്പ് പോകുന്നത്. അത് നിങ്ങൾക്കും ചിലപ്പോൾ അറിയാമായിരിക്കും. അതായത് നനഞ്ഞിടം കുഴിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നടക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും നിങ്ങളായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ എല്ലാ പോരായ്മകളും നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പുറത്തു കടക്കാൻ സാധിക്കാതെ ഇതിനകത്ത് തന്നെ പെട്ട് നിൽക്കുകയാണ്. അതിന് കാരണം പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒക്കെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ നിന്നിരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ ഒരു മെമ്മറീസ് ആയിരിക്കാം കൂടുതൽ നിങ്ങളെ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നത്. എപ്പോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിനകത്ത് നിന്ന് പുറത്തു കടക്കാനായിട്ട് ഏതൊക്കെ സമയത്ത് ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു നല്ല മെമ്മറീസ് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അതൊരു പ്രതീക്ഷയായി നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അഡിഷൻ പോലെ വീണ്ടും ഒരു ഇതിനകത്തേക്ക്, ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത, അഭിമുഖീകരിക്കാത്ത പല പ്രശ്നങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ടാകാം. ഭീകരമായ ഒരു ടവർ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ചിലവർ അതിൽ നിന്ന് പതിയെ റിക്കവറായി വരുന്ന വ്യക്തികളുണ്ടായിരിക്കാം. ചിലവർ ഇപ്പോഴും അതിൻ്റെ ഒരു സ്ട്രഗിളിൽ തന്നെ തുടർന്ന് പോകുന്നവരും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളിവിടെ ഒരു ലവ് ചെയ്ത് ഒരു സെൽഫ് ലവിലേക്ക് കടന്നു വരേണ്ടത് അത്യാവശ്യമാണ് എന്ന് കാണുന്നു. കാരണം ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ എപ്പോഴും കൊടുക്കുന്നത് നിങ്ങളുടെ ഒരു പേഴ്സൺ ആണ്. നിങ്ങളുടെ എല്ലാ ഫോക്കസും പോകുന്നത് നിങ്ങളുടെ ആ ഒരു വ്യക്തിയിലേക്കും റിലേഷൻഷിപ്പിലേക്കുമാണ്. നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങൾ ഫുൾ കൊടുക്കുന്നത്. അപ്പോൾ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം സ്വഭാവം പോലും ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് നിങ്ങൾ അച്ചീവ് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഫുള്ളി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം ഓർത്ത് ഉരുകി ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കുക. നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഉണ്ടാകണം എന്നത് ഉറപ്പായിട്ടും അത് നടക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുവഴി സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് ഒരു നല്ല രീതിയിൽ കുറച്ചുകൂടി ഉയരേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റേജിൽ അതാണ് നിങ്ങൾക്ക് വേണ്ടുന്നത്. അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്ട്രഗിൾസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ കുറച്ചു പേർക്ക് ഈ ഒരു സമയത്ത് വളരെ വിഷമത്തോടെയും ഇതിൽ നിന്ന് കരകയറി പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുമാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ ഒരു പേഴ്സണെ കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ നിങ്ങളുടെ തലയിൽ നിറഞ്ഞു നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും തല പുകച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് ആളുകൾ ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ മറ്റു കുറച്ച് പേര് ഇതിൽ നിന്ന് ഒന്ന് പുറത്ത് കടന്നിട്ടുണ്ടാകാം. അതായത് ഇവരെ കുറിച്ച് പോയി അല്ലെ മൊത്തം ഓർമ്മകളും പോയി, അല്ലെങ്കിൽ അവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ള രീതിയിലല്ല, എനിക്ക് മറ്റൊരു നിയോഗം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി പുറത്തേക്ക് കിടക്കാനായിട്ട് സ്വന്തം ഒരു സെൽഫ് വാല്യൂ മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന പേഴ്സൺസും ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില വ്യക്തികൾക്ക് അവരുടെ ലൈഫിൽ തന്നെ ഒരു വലിയ മാറ്റങ്ങൾ പല കാര്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ അവരുടെ കരിയറിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലെ പൊരുത്തക്കേടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ അവർ കരിയറിലേക്ക് ശ്രദ്ധിച്ചത് കൊണ്ട് തന്നെ വലിയൊരു നേട്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിച്ച ആ ഒരു തൊഴിലിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുണ്ടാകാം. ചിലവരാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല എല്ലാം തകർന്ന ഒരു നിലയിൽ നിന്നിട്ടുണ്ട് വ്യക്തികളുണ്ട്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതുകൊണ്ട് ഒന്ന് സ്ട്രഗിൾ വന്നതുകൊണ്ട് മറ്റു പല കാര്യങ്ങളിലേക്കും അവർ ഫോക്കസ് ചെയ്ത് അതിനകത്ത് കൂടുതൽ മാറ്റം വരുത്തി ജീവിതത്തിൽ നേട്ടങ്ങൾ വരിച്ചിട്ടുണ്ടാകാം. മറ്റു ചിലരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് പെൻഡിങ് വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാകാം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ. അതായത് എന്തെങ്കിലും പഠിക്കുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തായാലും പുതിയൊരു കാര്യങ്ങളിലേക്ക് ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഒരു വിഷ് ഉണ്ടായിരിക്കാം, നേടിയെടുക്കണമെന്ന് വെച്ചിട്ട് പണ്ട് നമ്മൾ മനസ്സിൽ കരുതി വെച്ച ഒരു എയിം ഒക്കെ ഉണ്ടായിരിക്കാം. അതെല്ലാം അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളെ ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് വരാനായിട്ട് കഴിയില്ല, ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കായി നിൽക്കും എന്ന് ചിന്തിച്ചെടുത്ത് നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാനായിട്ട് ആ ഒരു സെൽഫ് വാല്യൂ കണ്ടെത്തി നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും
ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് വഴി ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ പലർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട്, നിങ്ങൾക്കൊരു താങ്ങായിട്ട് ആണ് എന്നാണ് കാണുന്നത്. മറ്റാരും ഇല്ലാത്ത അവസ്ഥയിൽ, ഒറ്റപ്പെട്ട് നിന്ന അവസ്ഥയിൽ നിങ്ങൾക്കൊരു കരുതലായി, സപ്പോർട്ടായി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കും ഒരാളുണ്ട് എന്ന രീതിയിൽ വളരെ മനസ്സിന് ബലം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കടന്നു വരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയോ നിങ്ങളെ മനസ്സിലാക്കിയെന്ന്, നിങ്ങൾ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. പക്ഷേ ഈ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു തിക്താനുഭവങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്നുള്ള ചീറ്റിങ്, ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാക്കാനായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ഇതിനകത്ത് സംഭവിച്ചത്. ഇനി എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ കാണുന്നത് പോലെ തന്നെ ഇത്തരം വെല്ലുവിളികളും തടസ്സങ്ങളും എല്ലാം നേരിട്ടിട്ടേ നിങ്ങൾക്ക് ജീവിതത്തിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് കഴിയൂ എന്നതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി പ്രകാരം പറയുകയാണെങ്കിൽ ഈ തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. ഇത് എങ്ങനെ നോക്കിയാൽ, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇതിങ്ങനെ വരില്ലായിരുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയല്ല. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നടക്കേണ്ടുന്ന കാര്യമാണ്, അത് നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ നിന്ന ഒരു സ്റ്റെപ്പിൽ തന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ആ ഒരു തിരിച്ചടികൾ നമുക്ക് ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. അതായത് എന്താണ് ആ ഒരു പർപ്പസ്, അതവിടെ നടക്കുന്നില്ല. നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, ഒരു പേഴ്സണൽ ഗ്രോത്ത് ആണ് യൂണിവേഴ്സ് എയിം ചെയ്യുന്നതെങ്കിൽ അതവിടെ നടക്കുന്നില്ല. അത് നടക്കുന്നത് വരെ ഈ ഒരു ലൂപ്പിൽ പെട്ട് നിങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ കൂടുതലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ നോക്കുക എന്നതാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പിറകെ ചേസ് ചെയ്ത് പോകേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തുക. അപ്പൊ അവര് നിങ്ങളെ ചേസ് ചെയ്ത് വരട്ടെ. അപ്പൊ ആ ഒരു സമയം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നതാണ്. തീർച്ചയായിട്ടും ഒരു ഭൂരിഭാഗം വ്യക്തികളും സ്പിരിച്വലി നല്ല രീതിയിൽ തന്നെ കണക്റ്റഡ് ആയിട്ടുണ്ടാകാം ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ. അപ്പോൾ നിങ്ങളുടെ തന്നെ ജീവിതാനുഭവം മറ്റാർക്കെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ തക്ക ഒരു പവർ, ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം. അതായത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഒരു ഹീലിംഗ് കൊടുക്കാനുള്ള രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് മാറാൻ സാധിച്ചേക്കാം. ചിലവരിപ്പോൾ ആ ഒരു പവറിലേക്ക് മാറിയിട്ടുണ്ടാകാം. ഓരോരുത്തരുടെയും എനർജി അനുസരിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ചിലവർ ഇതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലൊക്കെ ആയിരിക്കാം, ചിലവർക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞവരായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു നെഗറ്റീവ് വൈബിലാണ് എങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് വരുന്നതെല്ലാം ഒരു നെഗറ്റീവ് ആയിരിക്കും. യൂണിവേഴ്സ് എന്ന പരീക്ഷണങ്ങളിൽ നമ്മൾ ധൈര്യപൂർവ്വം വിജയിച്ച് മുന്നോട്ട് വരണം. അപ്പൊ യൂണിവേഴ്സ് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. യൂണിവേഴ്സ് ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രാർത്ഥനകളോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ടും ഇടണ്ട എന്നല്ല. എല്ലാം പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് യൂണിവേഴ്സ് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നതാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയായിരിക്കണം. നിങ്ങളുടെ ഫോക്കസ് നിങ്ങളിൽ തന്നെയായിരിക്കണം. കാരണം ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത്. ആ ഒരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിന്നിട്ടുണ്ടാകാം. എന്നിട്ടും നിങ്ങൾക്ക് ഒത്തിരി ചലഞ്ചസും കാര്യങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ റിലേഷൻഷിപ്പിനകത്ത്. അപ്പൊ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അവർ നിങ്ങളെ ചേസ് ചെയ്യട്ടെ. എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ഹാൻഡ്സിന്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ തകർന്നിരിക്കാതെ വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ ഒരു ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ. അതായത് നിങ്ങളുടെ ഫുൾഫിൽമെന്റ് എന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. ഇത് നിങ്ങളുടെ ഒരു എനർജി ആണ്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി ഇത്തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പൊ ചിലത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചില നേട്ടങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതിന്റെ ഒരു പിന്നില് ചില ത്യാഗങ്ങളും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പരീക്ഷണങ്ങളെ കാണുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ മുന്നോട്ട് പോകുക എന്നതാണ്. അപ്പൊ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്
ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് റീഡിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. ലോങ് നെയിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 48 hours എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. 2001 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. ലൈഫ് ചേഞ്ച്, ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. 1111 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ കിട്ടുന്നു. ലെറ്റർ എച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെഡ് കളർ നമുക്ക് കിട്ടുന്നുണ്ട്. വിത്തിൻ 72 hours എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 6 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എബ്രോഡ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. കൈൻഡ്നസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളറ്. ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നു. വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളറ്. 1976 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2000 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നു. 1982 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മാർച്ച് മന്ത് ഒരു പോസിബിലിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. 1990 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ, ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ടെക് പരമായ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ജൂൺ എന്ന് പറയുന്ന ഒരു മാസം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷിനോടൊക്കെ ഒത്തിരി ക്രേസുകളുള്ള വ്യക്തികളായിരിക്കാം. 7 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നു. അതുപോലെ ടോക്കറ്റീവ്, ഒത്തിരി സംസാരിക്കുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 2002 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ടി നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ കണ്ണൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കണ്ണൂർ ജില്ല എന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു. ടീ ലവർ, ചായ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 1984 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 50 നമുക്കിവിടെ കിട്ടുന്നു. 1994 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 31 കിട്ടുന്നു. നമ്പർ 38 കിട്ടുന്നുണ്ട്. നമ്പർ 36 കിട്ടുന്നുണ്ട്. 1996 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലവബിൾ എന്ന് പറയുന്ന ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ആർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.